ഹലോ ഫ്രണ്ട്സ്, എല്ലാ ഞായറാഴ്ചയും ഇന്ന് എന്തുണ്ടാക്കും എന്നുള്ളൊരു ടെൻഷനാണ്. ഒരു സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുള്ള. അപ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നതാണ് ഇതുപോലെ ലിവർ വെച്ചിട്ട് എന്തെങ്കിലും ഒരു കറിയോ, അതിന് കോമ്പിനേഷനായിട്ട് ചപ്പാത്തിയോ പൂരിയോ വെള്ളപ്പോ പൊരിച്ച പത്രിയോ അങ്ങനെ എന്തെങ്കിലും. ഇന്ന് ലിവർ വരട്ടിയതും അതിൻ്റെ കൂടെ മൈദ കൊണ്ടുള്ള ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കറിക്ക് ആവശ്യമായിട്ടുള്ള ലിവർ 300 ഗ്രാം ലിവറാണ് ഉണ്ടാവുക. ബീഫ് ലിവർ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് നന്നായി വാഷ് ചെയ്ത് സ്ട്രെയിനറിലിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളയാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചുവന്നുള്ളി, കുറച്ച് കുരുമുളക്, പൊടിച്ചതല്ല അല്ലാതെ വരുന്ന കുരുമുളക്, പിന്നെ കുറച്ച് ഉലുവ, ഉപ്പ്, പിന്നെ പൊടികൾ വേണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഇതിൻ്റെയൊക്കെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഇതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കണം, തിരുമ്മിയെടുക്കണം. പിന്നെ ഇത് കുക്കറിലിട്ട് അടച്ചു വെച്ച് വിസിൽ വരുത്തിക്കണം. അപ്പോൾ നമ്മൾ കുക്കറിൻ്റെയും ബീഫിൻ്റെയും ഒക്കെ അനുസരിച്ചിട്ട് വിസിലിന് മാറ്റം വരും. ഞാൻ ഒരു വിസിൽ വന്ന് അത് കുറച്ച് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചതിന് ശേഷം ഒരു 3 ടോട്ടൽ 4 വിസിൽ വന്നത്. പിന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാനുള്ള മാവ് കുഴയ്ക്കാം. ഇതേപോലെ മൈദ എടുത്തിട്ടുണ്ട്. 3 കപ്പ് മൈദയാണ്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതേപോലെ നന്നായിട്ട് തിരുമ്മിയെടുക്കുക. അതിനുശേഷം ഉപ്പിട്ട് ചെറിയ ചൂടുവെള്ളം കൊണ്ട് കുഴച്ച് ഇതേപോലെ മാറ്റി വെക്കുക. പിന്നെ നമുക്ക് ലിവർ വരട്ടുന്നതിലേക്ക് ഇനി ആവശ്യമുള്ളത് ഒരു സവാളയും 2 പച്ചമുളകും ഇതേപോലെ കട്ട് ചെയ്തിട്ടെടുക്കുക. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിൽ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ജസ്റ്റ് അതിൻ്റെ പച്ചമണം മാറി വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞ സവാളയും ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് നമ്മൾ ചേർത്തിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നേരത്തെ ബീഫ് വേവിച്ചതിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് ഇടാൻ പാടുള്ളൂ. ഇനി നന്നായിട്ട് വഴന്ന് ഗോൾഡൻ ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് വഴന്നാൽ മതി. അങ്ങനെ ചെയ്ത് തരാം. ജസ്റ്റ് വഴന്ന് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ലിവർ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് വെള്ളം വരുന്നത് വെയിറ്റ് ചെയ്യണം. പിന്നെ ഇതിലേക്ക് നമുക്ക് എരിവൊക്കെ ഒന്ന് നോക്കാം. എരിവ്, ഉപ്പ് കുറച്ച് എരിവ് കുറവുള്ള